മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ നമ്മയൊക്കെ കർത്താവ് സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. We all should thank God for His great protection during these days of pandemic. ഈ നാളുകളിൽ ധാരാളം വചനം കേൾക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. So these days, God has given us a great opportunity to listen to different types of messages from different people. നമ്മുടെ ഈ 3 ക്ലാസ്സിലെ പഠനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായമാണ് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. So the coming 3 days of classes, I would like to share from Gospel according to John chapter 17. സമയത്തിന്റെ പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം, ട്രാൻസ്ലേഷനും ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് അല്പം വേഗം മുന്നോട്ട് പോകേണ്ടി വരും. I know the restriction of the time along with the translation, so I'll be moving a bit fast. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. So we all will have a great heart of prayer and we will sit in the presence of God. യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ വളരെയേറെ പ്രാധാന്യമേറിയ വേദഭാഗമാണ്. From chapter 13 to 17 of Gospel according to John is very important. ഈ ഭാഗത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ക്രൂശീകരണത്തിന് മുൻപായി തന്റെ ശിഷ്യന്മാരുമായി കൂടിയിരിക്കുന്ന സന്ദർഭമാണ് നാം വായിക്കുന്നത്. So these chapters really talks about just before the crucifixion of Jesus Christ, Christ had a great discourse along with his disciples. 13 മുതൽ 16 വരെ അധ്യായങ്ങളിൽ ഒരു ഫെയർവെൽ മെസ്സേജ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. 13 to 16, if we just go through, we will be able to see a farewell messages that Christ has been given. 17-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ആ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. And if you come to chapter 17, we would be able to see Lord's prayer to his disciples. അനേകർ വിചാരിക്കുന്നത് the Lord's prayer, കർത്താവിന്റെ പ്രാർത്ഥന മത്തായി 6-ലാണ് എന്നാണ്. അത് ശരിയല്ല. Many people, they thought that they are just thinking that Lord's prayer is mentioned over there in the Gospel according to Matthew chapter 6, but it is not right. അത് ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. That prayer is actually the prayer which Jesus taught his disciples. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരിയായ പ്രാർത്ഥന, പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നാം കാണുന്നത് യോഹന്നാൻ 17-ലാണ്. The actual prayer that Jesus is praying to God for his disciples that's what we see in the Gospel according to John chapter 17. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്കറിയാം. We all know that even now Christ Jesus is advocating for us, he's interceding for us, he's praying for us. നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതനായി ദൈവസന്നിധിയിൽ അവൻ പ്രവേശിച്ചിരിക്കുകയാണ്. Christ really has entered into the kingdom as a most high priest. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ അവന്റെ ചിന്ത എന്താണ്, ആ പ്രാർത്ഥനാ വിഷയം എന്താണ് എന്ന് യോഹന്നാൻ 17 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. John chapter 17 actually teaching us that what is the content of Christ's prayer actually in recent days. പ്രാർത്ഥന എപ്പോഴും ഒരു വ്യക്തിയുടെ മനോഭാവത്തെയും ഹൃദയത്തിന്റെ ചിന്തയെയും കാണിക്കുന്നതാണ്. Prayer is always actually talks about a person's attitude and his way of thinking. യോഹന്നാൻ 17 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ചുള്ള ചിന്ത, തന്റെ ഭാരം, തന്റെ കൺസേൺ എന്താണെന്ന് മനസ്സിലാക്കാനായി സാധിക്കും. When we actually goes through each verse of John chapter 17, we would be able to understand that the Christ's mind, his burden, his desire towards his own people. അനേക കാര്യങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. Many things we can see in this particular chapter. അതെല്ലാം എടുക്കുവാൻ നമുക്ക് സന്ദർഭമില്ലല്ലോ. We don't have time and room to take all these things together. ഈ അധ്യായത്തിന്റെ പ്രാർത്ഥനയിലെ ആരംഭ ഭാഗങ്ങളിൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് തന്റെ പ്രാർത്ഥനയിൽ പരാമർശിക്കുന്നു.
In this prayer, the initial part, we can see Jesus Christ is actually mentioning the blessings that we are going to receive. നമുക്ക് നിത്യജീവനെ നൽകി, He gave us eternal life. പിതാവിന്റെ നാമം വെളിപ്പെടുത്തി തന്നു, the name of the Father. God is actually revealed to us. മാത്രമല്ല ദൈവത്തിന്റെ വചനം നൽകിയെന്ന് 8-ാം വാക്യത്തിൽ വായിക്കുന്നു. We read that God's word is given to us. മാത്രമല്ല 22-ാം വാക്യം വായിക്കുമ്പോൾ മഹത്വം നൽകി എന്ന് വായിക്കുന്നു. If you read verse 22, we see glory also has given. അങ്ങനെ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി കാണാൻ കഴിയും. കർത്താവിന്റെ ഹൃദയത്തിൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ട നന്മകൾ തന്റെ ഒരു ചിന്താ വിഷയമായി കാണുവാൻ കഴിയുന്നുണ്ട്. What all blessings that we are received through Jesus Christ, it's there in the mind of Jesus Christ that we can see in this chapter. 13-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ സന്തോഷം അവന്റെ ചിന്താ വിഷയമായിരുന്നു. Hello. Connection, I think it's not that clear. Connection clear ആണ് അവിടെ? Network issue? I think here I have no problem. Okay. Continue ചെയ്തോ, കുഴപ്പമില്ല, continue. Who will translate? Shall I continue? Yeah, you can continue now. Okay. 13-ാം വാക്യത്തിൽ നമ്മുടെ സന്തോഷം കർത്താവിന്റെ ചിന്താ വിഷയമാണ്. 17-ാം വാക്യത്തിൽ നമ്മുടെ വിശുദ്ധീകരണം കർത്താവിന്റെ ചിന്താ വിഷയമാണ്. In chapter 13, our joy is a great concern of Jesus Christ, and in chapter 17, our sanctification is also a great concern of Christ. ആ കാര്യങ്ങളൊക്കെ നാം വിശദമായി ചിന്തിപ്പാനായിട്ട് പോകുന്നില്ല. All these things we are not going into details today. നാം ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് 11, 12, 15 വാക്യങ്ങളാണ്. Tonight we are going to look into 11, 12 and 15. Verse number 11, 12 and 15. 11-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. Verse 11 we read like this: I am no longer in the world, and yet they themselves are in the world, and I come to you, Holy Father, keep them in your name, the name which you have given me, that they may be one even as we are. 12-ാം വാക്യത്തിൽ വായിക്കുന്നത്: അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. Verse 12, while I was with them, I was keeping them in your name which you have given me, and I guarded them, and not one of them perished, but the son of perdition, so that the scripture would be fulfilled. 15-ാം വാക്യം കൂടെ: അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. Verse 15, I do not ask you to take them out of the world, but to keep them from the evil one. നോക്ക്, ആവർത്തിച്ചു വരുന്ന വാക്കാണ് അവരെ കാത്തുകൊള്ളണമേ, സൂക്ഷിക്കണമേ. നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ സുരക്ഷ കർത്താവിന്റെ ഒരു വലിയ ചിന്താ വിഷയമാണ്. Always, if you read all these 3 verses, the repetition you can see in those idea, like Christ is always would like to have a security for his own believers, his own children.
ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നാം ഇന്ന് ചിന്തിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ സെക്യൂരിറ്റി സംബന്ധിച്ച്, നമ്മുടെ സുരക്ഷയെ സംബന്ധിച്ച് എത്രമാത്രം ചിന്തയുള്ളവനാണെന്ന് അല്പനേരം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുക. So tonight, what I would like to focus is about Christ's concern about the security of his own children. നോക്കുക, ലോകം അടുത്ത കാലം വരെ വിചാരിച്ചത് വളരെ സേഫ് ആണ്, സെക്യൂർഡ് ആണെന്നാണ് പല രാഷ്ട്രങ്ങളും പല ആൾക്കാരും ചിന്തിച്ചിരുന്നത്. Most of the people, most of the nation, till recently, they believed that, they thought that everything was secure and safe. അവരുടെ കയ്യിൽ പണമുണ്ട്, ടെക്നോളജി ഉണ്ട്, മിടുക്കന്മാരുണ്ട്, പ്രാപ്തരുണ്ട്, അതുകൊണ്ട് അവർ സുരക്ഷിതരാണ് എന്ന് വിചാരിച്ചിരുന്നു. People, country, nations, they had good technologies, good philosophers, thinkers, everything, every new ideas they had, they have even right now, but the thing has already changed. എന്നാൽ സംഭവിച്ചിരിക്കുന്നത്, കൊറോണ വന്ന് വളരെ വ്യക്തമായി വെളിപ്പെടുത്തി ആരും സുരക്ഷിതരല്ല, ആർക്കും ഒരു സേഫ്റ്റിയും ഇവിടെ ഇല്ല എന്ന്. Now, once the corona has reached to this world, to the humankind, it proved that no one is secure, no one is safe, and no one is even have any kind of technology can save us. എന്നാൽ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നമ്മുടെ സേഫ്റ്റി, നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ സുരക്ഷ അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനാ വിഷയമാണ്, ചിന്താ വിഷയമാണ്. The word of God clearly says that our security, our safety is God's concern, Christ's concern. That's what we can see in the word of God. ഒരുപക്ഷെ ഞാനും നിങ്ങളും നമ്മുടെ സുരക്ഷയെ കുറിച്ച് ചിന്തിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായിട്ട് കർത്താവ് നമ്മുടെ സുരക്ഷയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. It is Christ who thinks more about and more concerned about the security of ours, for example, for all the believers, even more than what we think about it. രണ്ട് നിലയിൽ നമ്മുടെ സെക്യൂരിറ്റിയെ കുറിച്ച് ചിന്തിപ്പാനായിട്ട് കഴിയും. In two ways, we can always think about the security of us. ഒന്ന്, നമ്മുടെ രക്ഷയുടെ ഭദ്രത. രണ്ട്, One is അനുദിന ജീവിതത്തിലെ നമ്മുടെ സുരക്ഷ. One is about the security of salvation, and another is a progressive security, like everyday security. രക്ഷയുടെ ആ സെക്യൂരിറ്റി അഥവാ രക്ഷയുടെ നിശ്ചയം, സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ, അതല്ല കർത്താവ് ഈ ഭാഗത്ത് പരാമർശിക്കുന്നു. The thing that he is particularly mentioning is not about the security of salvation. കാര്യം എന്താണ്? Why it is like that? കാരണം നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് തന്ന രക്ഷയെ കർത്താവ് ഭദ്രമാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. When we read God's word, we could clearly understand that when we are saved, our salvation is already secured. യോഹന്നാന്റെ സുവിശേഷത്തിൽ ചില വാക്യങ്ങൾ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:24 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, അവന്റെ വചനം കേട്ട് വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്, മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പരാമർശിക്കുന്നു. When we read John's Gospel, chapter 5 and verse 22, it says, "Truly, truly, I say to you, he who hears my word and believes him who sent me has eternal life and does not come into judgment, but has passed out of death into life." നോക്കുക, മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് പ്രവേശിച്ചു. അതൊരു passed out of death into life. മറ്റൊരു വാക്യം നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. യോഹന്നാൻ 10:28-29 വാക്യങ്ങളിൽ നാം കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്, മാത്രമല്ല പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ ഡബിൾ പ്രൊട്ടക്ഷൻ നമുക്ക് തന്നാണ് കർത്താവ് നമുക്ക് നിത്യജീവൻ നൽകിയതെന്ന് അവിടെ വായിക്കുന്നുണ്ട്. If you read chapter 10 verse 28 and 29, we can see that we are safe in the hands of Christ our Lord, but we are double safe in the hands of our God the Father. എഫേസ്യർ 1:13-14 വാക്യവും നമുക്ക് വളരെ പരിചയമാണ്. Ephesians chapter 1 verse 16, we are all familiar with that. 13 and 14, Ephesians 1:13-14 അവിടെ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുന്നത്
നമുക്ക് ആത്മരക്ഷ തന്നത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവിനെ നൽകി പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ മുദ്രയിട്ടു എന്ന് വായിക്കുന്നുണ്ട്. If you read chapter 1, 13 and 14, we can see it is not only that he gave us salvation, but also we are secured with the sealing of the Holy Spirit as well. അതായത് മുദ്ര, സീൽ കാണിക്കുന്നത് ഫിനിഷ്ഡ് ട്രാൻസാക്ഷൻ. ഇത് ഒരു തീർന്ന പരിപാടിയാണ്. കർത്താവ് നമ്മെ രക്ഷിച്ചു, അതിനൊരു ഫിനിഷിംഗ് ഉണ്ടായി, അവൻ മുദ്രയിട്ടു എന്ന് നമുക്ക് ആ ഭാഗത്ത് കാണാൻ കഴിയും. Sealing always shows that it's a transaction that already completed. That means the salvation process has already completed by Christ Jesus himself. രണ്ടാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമ്മെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. We are placed in heavenlies, holies of holies when we read chapter 2 Ephesians. റോമർ 8 വായിക്കുന്നത് അതും വളരെ പരിചയമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ആർക്ക് നമ്മെ വേർപിരിപ്പാൻ കഴിയും എന്ന് ചോദിക്കുന്നു പൗലോസ്. Romans chapter 8, Apostle Paul is asking, no one can keep us away from the love of Christ. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ആത്മീയ രക്ഷ, നമ്മുടെ രക്ഷയുടെ സുരക്ഷയാണ്. രക്ഷ സെക്യൂർഡ് ആണ് എന്നുള്ളതാണ്. All these verses clearly shows that our salvation is secure. Security of salvation is really clear. ഒരു വാക്യം കൂടെ ഞാൻ ആ ബന്ധത്തിൽ പരാമർശിക്കട്ടെ. One more verse I would like to mention regarding that. ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കും എന്ന് പൗലോസ് പറയുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവൻ തികയ്ക്കും എന്ന് നാം വായിക്കുന്നു. He who start the good works in you will complete. That's what we read in Epistle to Philippians. അപ്പൊ അതുകൊണ്ട് രക്ഷയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫിനിഷ്ഡ് ട്രാൻസാക്ഷൻ ആണ്. So when we come to that particular term salvation, it is a finished task. നാം കർത്താവിന്റെ അടുക്കലേക്ക് പാപക്ഷമയ്ക്ക് വേണ്ടി വന്നു. We just came to Christ Jesus for the redemption of our sin. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. We just confessed our sin. നമ്മെ അവൻ നീതീകരിച്ചു, നമ്മെ ശുദ്ധീകരിച്ചു, He justified us, sanctified us, and he just let us be his children of God. സ്വർഗത്തിലെ സകല ആത്മീക നന്മകളാലും നമ്മെ അനുഗ്രഹിച്ചു. He blessed us with all the spiritual blessings of heaven. ഇതെല്ലാം ദൈവത്തിന്റെ നിത്യമായ പരിപാടിയുടെ ഭാഗത്തിൽപ്പെട്ടതാണ്. All these things are under the plan and purpose of Christ Jesus, eternal plan and purpose. അത് നമ്മുടെ യോഗ്യത കൊണ്ട് നാം പ്രാപിച്ചതല്ല. It's nothing has gained just because of any of our talents or anything like that. നമ്മുടെ സൽപ്രവൃത്തി കൊണ്ടല്ല നാം ആത്മരക്ഷ പ്രാപിച്ചത്. The salvation that we have never is just received just because of any of the good works. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ക്രൂശിൽ നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആ വീണ്ടെടുപ്പിൻ വേലയുടെ അടിസ്ഥാനത്തിലാണ് രക്ഷ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നത്. The security of salvation is based upon the works that Jesus Christ has done on the cross of Calvary when he said, "It is finished." അതുകൊണ്ട് ഈ ഭാഗത്ത് കർത്താവ് പിതാവേ ഇവരെ സൂക്ഷിക്കണമേ, ഇവരെ കാക്കണമേ എന്ന് പറയുമ്പോൾ ആത്മരക്ഷയോട് ബന്ധപ്പെട്ടല്ല പറയുന്നത്. പ്രത്യുത നമ്മുടെ അനുദിന ജീവിതത്തിലെ ലോക ജീവിതത്തിലെ അനുഭവത്തിൽ നമ്മെ കാക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. So when we see these things in this chapter 17 of John's Gospel, we should understand that Christ is not just concerned about the security of the salvation, but he is concerned more about our day-to-day Christian life security. നോക്ക 12-ാം വാക്യത്തിൽ നാം വായിച്ച ഇങ്ങനെയാണ്. 12-ന്റെ ആരംഭത്തില് അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ കാത്തുകൊണ്ടിരുന്നു. That I was keeping, the term particularly he is mentioning here in verse 12. കർത്താവ് ഇതുവരെയും ഈ ശിഷ്യന്മാരെ കാത്തു കഴിഞ്ഞ 3.5 വർഷമായി. I guarded, and the disciples, Jesus Christ was guarding the disciples all these 3.5 years. അവിടെ നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചാൽ 12-ാം വാക്യത്തിൽ 2 പ്രാവശ്യം കീപ് എന്ന വാക്കുണ്ട്, കീപ്പ് ഉണ്ട്, ഗാർഡ് ഉണ്ട്. അവിടെ 2 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 different kind of terms that Christ is using in that particular verse, like keeping and guarding. ഒന്ന് ഒരു ജനറൽ സെൻസിൽ
സൂക്ഷിച്ചു, അവരെ പരിപാലിച്ചു എന്നാണ്. One is in a general sense, like, he was keeping them and he was just taking care of them. അടുത്തത് ഒരു ആയുധധാരിയായ ഒരു ഗാർഡ് എങ്ങനെ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും ഒരു വ്യക്തിയെ രക്ഷിക്കുമോ, അതാണ് ഗാർഡ് എന്നുള്ള അതിന്റെ ഒറിജിനൽ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So if you just consider that particular word guard, it seems like, one commando is just protecting someone or defending someone, or a soldier is defending someone from the enemies or now. കർത്താവ് പറയുകയാണ്, ഞാൻ ഇവരെ കഴിഞ്ഞ 3.5 വർഷക്കാലം കാത്തു പിതാവേ. And Jesus is saying here that, Lord, I was just guarding them for the last 3.5 years. എന്നാൽ ഞാനിപ്പോൾ കടന്നു പോകാനായിട്ട് പോകുകയാണ്. Now it's time for me to depart. ഇവിടെ രസകരമായ ഒരു ഭാഗം കൂടെ ഉണ്ട്, നാം ശ്രദ്ധിക്കേണ്ടതാണ്. If you just carefully look into this area, there is another interesting thing. 2ാം ഭാഗത്ത് വായിക്കുന്നത്, തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. Interesting thing is, like, if you read the second part of verse 12, one of them perished, but the son of perdition, so that the scripture would be fulfilled. യൂദ ഇങ്ങനെ നശിച്ചു പോകാൻ കാരണം എന്താണ്? What was the reason why Judas was perished? ചിലര് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. Some people, they think just like this. യൂദായി ഒരു വിശ്വാസിയായിരുന്നു, ആത്മരക്ഷ പ്രാപിച്ചവനായിരുന്നു. അവനെ സൂക്ഷിക്കുവാൻ കർത്താവായ യേശുവിന് കഴിഞ്ഞില്ല, അവൻ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് പറയുക, പിതാവേ അവൻ പോയി, ഇവരേലും സൂക്ഷിക്കണേ. Some people, they claim like this: Judas was a saved person and he was saved, like, he was secured in salvation and everything, and Christ could not save him. Christ could not guarded him and protected him, and just because he left, Lord, at least keep these people back. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. The meaning is not like that here. യൂദ നശിക്കേണ്ടവനായിരുന്നു. Actually, Judas was the son of perdition. He is supposed to perish. അവിടെ ഉപയോഗിച്ച വാക്ക് തന്നെ ഉണ്ടല്ലോ, നാശയോഗ്യനായിരുന്നു അവൻ. The word that is used here is son of perdition. നോക്കുക, യോഹന്നാൻ 6:70 വാക്യം വായിക്കുമ്പോൾ ആ കാര്യം വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. If you just look into chapter 6 and verse 70, it is very clearly mentioning over there. നിങ്ങളെ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലയോ, എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. Did I myself not chose you the 12, and yet one of you is a devil? അവൻ പിശാചാണ്, അവനിൽ ഡീമൺ ഉണ്ടെന്ന് കർത്താവ് സൂചിപ്പിക്കുകയാണ്. And Christ is just mentioning here that he is a devil and he is having devil. 13-ാം അധ്യായത്തിൽ ഈ കാര്യം കർത്താവ് പറയുന്നുണ്ട്. 13-ാം അധ്യായത്തിൽ യോഹന്നാൻ 13. Even in chapter 13 also, Christ is just pointing the same meaning, same thing. 11-ാം വാക്യത്തിൽ കർത്താവ് 10-11 വാക്യങ്ങളിൽ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, പക്ഷെ എല്ലാവരും അല്ലെന്ന് കർത്താവ് പറയുന്നുണ്ട്. Christ is saying that all of you are just clean, but not everyone. അതുപോലെ തന്നെ അതിന്റെ 18-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നു, നിങ്ങൾ എല്ലാവരെയും കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് എന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. Verse 18, Christ is just saying that I do not speak of all of you. അപ്പോൾ യൂദായെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ അവൻ ആരാണെന്ന് കർത്താവിന് അറിയാമായിരുന്നു. So when he chose Judas, he knew who he was. അവൻ ഒരിക്കലും ഒരു രക്ഷിക്കപ്പെട്ട പൈതലിന് തുല്യമല്ല, ഒരു വിശ്വാസി അല്ലായിരുന്നു. He never was a believer. He can't be claimed as a believer. നാം പ്രവൃത്തികൾ 1:24 വാക്യം വായിക്കുമ്പോൾ, if you read Acts chapter 1 verse 24, അവിടെ ഒരു പദപ്രയോഗമുണ്ട്, കർത്താവെ തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയി. അവന്റെ സ്ഥലത്തേക്ക് അവൻ എവിടെ പോണോ അവിടേക്ക് പോയി. We read that in chapter 1 verse 24, Lord, Judas turned aside to go to his own place. അവിടെയാണോ അവൻ പോകേണ്ടത്, പോകേണ്ടടുത്ത് പോയി. He know where he should go and he is supposed to go, and he went to that place. അപ്പൊ അതുകൊണ്ട് യൂദ നഷ്ടപ്പെട്ടത് ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസി നഷ്ടപ്പെട്ടതല്ല യൂദയിൽ സംഭവിച്ചത്.
So what had happened in Judas was not like a saved person lost. It is not that happened exactly. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകണമല്ലോ. Actually, I need to explain those things a bit more, but time is not permitting. I have to move മാത്രം forward. പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. I just would like to mention these things and go forward. കാരണം തെറ്റിദ്ധരിക്കാൻ പാടില്ല. That you should not have any misunderstanding regarding that. ദൈവം കർത്താവ് യൂദയെ മനഃപൂർവമായി അവനെ ഒറ്റിക്കൊടുക്കുവാൻ തിരഞ്ഞെടുത്തു വെച്ചല്ല. Don't ever think that Judas was chosen in order to betray Jesus Christ. യൂദയുടെ പ്രവൃത്തിക്ക് ഉത്തരവാദി യൂദ തന്നെയാണ്. And that act that he did, and he only is responsible for that. യൂദ ഇത്രമാത്രം തിന്മ ചെയ്യാൻ തുനിഞ്ഞപ്പോൾ ദൈവം അതിനെ തന്റെ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് ഉപയോഗിച്ചു. When Judas himself chose to do all these evil activities, God selected that activities in order to fulfill his purpose. ദൈവം എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ്. And God always used these kind of things for his own purpose. മനുഷ്യന്റെ തിന്മ, മനുഷ്യന്റെ പാപ പ്രവർത്തികൾ പലപ്പോഴും അതിൽ നിന്നും ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. In order to fulfill the purpose of God, God always chooses certain misbehavior and misactivities of people. ഓക്കെ, മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാ കർത്താവ് പറയുകയാണ്, അവന്റെ വഴിക്ക് പോയി, മറ്റാരും നഷ്ടപ്പെട്ടു പോയില്ല, ഞാൻ പിതാവേ അവരെ സൂക്ഷിച്ചു. Let it go like that. And here Christ is saying like that, I guarded them and not one of them perished but the son of perdition, so that scripture would be fulfilled. നോക്കുക, അതിന്റെ 18-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോഴും അതേ കാര്യം അവിടെ പരാമർശിക്കുന്നുണ്ട്. If you read 18 chapter 9, the same thing is just mentioning the 8-9 വാക്യം. Chapter 18 and verse 9, to fulfill the word which he spoke, of those whom you have given me, I lost not one. കർത്താവിനെ പിടിക്കാൻ വന്നപ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് 8-ാം വാക്യത്തിൽ, എന്നെയാണ് തെരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് കർത്താവ് പറയുന്നു. And in verse 8, when they were in search of Jesus Christ was telling to them that if you are just searching me, so if you are seeking me, let these go their way. അവൻ സ്വമേധയായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്റെ ശിഷ്യന്മാരെ സുരക്ഷയിലേക്ക് അല്ലെങ്കിൽ സേഫ്റ്റിയിലേക്ക് വിടുന്ന ഒരു രംഗമാണ് നാം കാണുന്നത്. Here Christ Jesus is letting his own disciples in a safer position by letting himself give to the enemy's hand. നോക്കൂ, നമ്മുടെ കർത്താവിന് തന്റെ ജനത്തിന്റെ സുരക്ഷയെ കുറിച്ച് എത്രമാത്രം താല്പര്യവും ഭാരവും ചിന്തയും ഉണ്ട്. See how concerned our Lord is about the security of his own children, his own disciples. നമുക്ക് ഈ സന്ദർഭത്തിൽ നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല ജീവിതത്തിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. We should apply these thoughts into our day-to-day Christian life that right now we are facing. ലോകം മുഴുവൻ വളരെ പരിഭ്രാന്തിയിലാണ്. The entire world is in a dilemma. എത്രയോ പേർ നിരാശയിൽ ആത്മഹത്യ ചെയ്യും. People are just disappointed and they are just suiciding. അവർ വളരെ നിരാശയിലും സങ്കടത്തിലും കഴിയുകയാണ്. People are in the desperate situation. They don't know what to do. കാരണം ഭാവിയെക്കുറിച്ച് നാളെയെക്കുറിച്ച് ഒരു വ്യക്തതയില്ലാത്ത അനുഭവമാണ് ഇപ്പോൾ കഴിയുന്നത്. Most of the people, they have a kind like, they are really uncertain about their future. But പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യങ്ങൾ കാണിക്കുന്നത് നമ്മുടെ കർത്താവ് നമ്മുടെ സുരക്ഷയെക്കുറിച്ച്, നമ്മുടെ സേഫ്റ്റിയെ കുറിച്ച് വളരെ കൺസേൺഡ് ആണ്. അതിൽ നാം ആശ്വസിക്കേണ്ടതും ധൈര്യപ്പെടേണ്ടതും. We should always encourage ourselves that our Lord is concerned about us. He is concerned about the security and safety of each and every one of us, the believers. ഇവിടെ പിതാവേ ഇവരെ കാക്കണമേ എന്ന് കർത്താവ് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് അപകടകരമായി കർത്താവ് കാണുന്നത്. When Lord is saying, or when Lord is praying to God the Father that, Lord, please keep
these people, my disciples, my children, three things are very important that Christ is just notified. ഇവരുടെ സുരക്ഷയ്ക്ക് തടസ്സമാകുന്ന, ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാനിടയുള്ള 3 ഘടകങ്ങളെ അവിടെ കർത്താവ് പരാമർശിക്കുന്നു. Lord is really cautious about 3 important things, and that he is really concerned about. അത് 11-ാം വാക്യത്തിൽ ഇവർ ലോകത്തിൽ ഇരിക്കുന്നു. And the main thing is there in 11 verse 11, and that is these people, these disciples, the believers are in the world. കർത്താവിന് അറിയാം, അവൻ പോയി കഴിഞ്ഞാൽ, അവൻ മാറിക്കഴിഞ്ഞാൽ തന്റെ ജനത്തിന് ഈ ലോകം കൊടുക്കാൻ പോകുന്നത് എന്താണ് എന്ന് കർത്താവിന് ശരിക്കറിയാം. Christ really understood what this world is going to give to his own disciples, his own children. So he is more concerned about. 15-ാം അധ്യായത്തിൽ കർത്താവ് ഈ കാര്യം പറയുകയുണ്ടായി. In chapter 15, Lord is just pointing all these things. നോക്ക 18-ാം വാക്യം, verse 18 of chapter 15. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവീൻ. If the world hates you, you know that it has hated me before it hated you. കർത്താവിന് ഈ കാര്യം ശരിയായിട്ട് അറിയാമായിരുന്നു. Jesus knew all these things really well. ലോകം അവരെ പകയ്ക്കും. God will definitely hate them. ലോകം അവരെ സ്വാധീനിക്കും. God, the world really influenced them. ലോകം അവരെ പരീക്ഷിക്കും. The world will really test them. ലോകം അവരെ ട്രാപ്പിലാക്കുവാൻ, അവരുടെ ആത്മീക സന്തോഷവും ജീവിതവും ഉത്സാഹവും അവരുടെ ഫലമുള്ള ജീവിതവും ഒക്കെ നശിപ്പിച്ചു കളയുവാൻ ലോകം എല്ലാ ശ്രമവും ചെയ്യുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. The world will always take control of the believers, the disciples. They will just take away the joy, the peace, the spiritual happiness and everything. ലോകത്തിന്റെ മാലിന്യം, ലോകത്തിന്റെ സ്വാധീനം എത്ര വലുതായിരിക്കുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. The things of the world, how bad it is. Jesus Christ already knew all these things. അതൊരു വലിയ അപകടകരമായ കാര്യമായി കർത്താവ് ഓർത്തു. These things are really dangerous. That's what Christ was thinking. 15-ാം വാക്യം വായിക്കുമ്പോൾ, if you read verse 15, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം, we read that keep them away from the evil one. അവിടെ പിശാചാണ് കാണിക്കുന്നത്, പിശാചിനെ കാണിക്കുകയാണ്. There we can see the evil spirit, or the Satan is mentioning over the സാത്താൻ തന്നെ, Satan himself, സാത്താൻ തന്നെ ദൈവജനത്തെ ആക്രമിക്കുവാൻ വരുന്നതായ ഒരു കാര്യം കർത്താവ് ഓർക്കുകയാണ്. The Christ is just remembering, just having a thought in his mind, like, Satan himself is a kind of attack that these people are going to face. നമുക്കറിയാം, യോബ് സാത്താനാൽ നേരിട്ട് പരീക്ഷിക്കപ്പെട്ടവനാണ്. We all know that Job, one of the persons that was really tested by Satan or by devil in the scripture. സെക്കറിയ 3 വായിക്കുമ്പോൾ ഒരു പുരോഹിതനായ യോശുവയെ കുറ്റം പറയുന്ന, ദൈവസന്നിധി കുറ്റം പറയുന്ന ആ ഒരുവനായിട്ട് സാത്താനെ കാണുന്നു. If you read Zechariah chapter 3, there we can see the priest Joshua was being blamed by Satan in the presence of God. ലൂക്കോസിന്റെ 22-ാം അധ്യായം വായിക്കുമ്പോൾ, if you read chapter 22 of Gospel according to Luke, അവിടെ 31-ാം വാക്യത്തിൽ നമ്മൾ വാക്യം വായിക്കുന്നുണ്ട്. we read a verse like in 31 of chapter 22. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. Simon, Simon, behold, Satan has demanded permission to sift you like a wheat. കർത്താവ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ, കർത്താവ് അവരെ സൂക്ഷിച്ചിരിക്കുമ്പോൾ തന്നെ സാത്താൻ ശിഷ്യന്മാരെ പാറ്റുവാൻ, നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രംഗം കാണുന്നു. Even when Jesus was alive, even when Jesus was with the disciples, Satan just had an intention. Satan just had an intervention between these people to get a permission from the Lord to sift
the അതുകൊണ്ട് life of കർത്താവ് these disciples. പിതാവേ ഇവരെ കാക്കണമേ, ഇവർക്ക് മുൻപിൽ ലോകം അവരെ ആക്രമിക്കും, പിശാച് തന്നെയും അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും. That's the reason why Lord is asking God the Father, you just guard them, you just protect them, because God word is going to attack them. Not only that, the devil himself is going to take the control of these people. നമുക്കറിയാം എഫേസർ 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം വളരെ വിശദമായി പറയുന്നുണ്ട്. സർവായുധവർഗം ധരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഭാഗത്ത് നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടാണ് നിങ്ങൾക്ക് എതിർത്ത് നിൽക്കേണ്ടതെന്ന് പറയുന്നു. If you read Ephesians chapter 6 verse 10 onwards, we could see our fight is not to this world, but to we have to wear all the full armor of God so that you will be able to stand against the schemes of the devil. കർത്താവിന് ഈ കാര്യം അറിയാം. നാം വിശ്വാസികൾ ഭൂമിയിലായിരിക്കുമ്പോൾ വലിയ പോരാട്ടം നേരിടേണ്ടതായിട്ട് വരും. Lord always knows this fact that when we are in this world, we need to fight a great fight against the devil. നമ്മുടെ ടോപ്പിക് മറക്കരുത്. Don't forget the topic that we are discussing. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയിൽ നിന്നും we were just started from John chapter 17, the Lord's Prayer. കർത്താവിന്റെ പ്രാർത്ഥനയിൽ നമ്മുടെ സുരക്ഷയെക്കുറിച്ചുള്ള തന്റെ ചിന്താവിഷയം നാം അത് പെറുക്കിയെടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. We are just trying to picking up certain points, certain things, certain poles about the Christ concern about the security of the believers. നാം ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും, കർത്താവിന്റെ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലെ നമ്പർ 1 പോയിന്റ് ആണ് അവരെ സൂക്ഷിക്കണമേ പിതാവേ എന്നുള്ളത്. One of the main points that Christ is having in his prayer is all about Lord guard them. ഞാൻ പറയാൻ ശ്രമിച്ചത്, അങ്ങനെ കർത്താവ് പ്രാർത്ഥിക്കാൻ കാരണമെന്താണ് എന്ന് ചോദിച്ചാൽ, നാം ഈ ലോകത്തിൽ നേരിടാൻ പോകുന്ന വലിയ വിപത്തുകൾ, വലിയ സംഘർഷങ്ങൾ മാത്രമല്ല, നമുക്കെതിരെ ആഞ്ഞടിക്കുന്ന പിശാചിന്റെ വലിയ തന്ത്രങ്ങളും വലിയ ഫൈറ്റുമാണ്. Just the reason why I try to mention all these facts is just because we are going to face certain struggles, certain things of the world, attacks from the devil's side. So we have to be very careful. That's the reason why Lord is saying to his Father that please guard my believers. നാം 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിച്ചാൽ ഒരു അപകട മേഖല കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. If you read the last part of verse 11, another dangerous things that Christ is mentioning. അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷേ അത് ഇംപ്ലോയിഡ് ആണ് എന്ന് കാണാൻ സാധിക്കും. It is not mentioning clearly, but it is implied over there. അവിടെ കർത്താവ് നമ്മുടെ ഐക്യത്തെ കുറിച്ച്, യൂണിറ്റിയെ കുറിച്ച് പറയുകയാണ്. യൂണിറ്റിയെ കുറിച്ച് here Christ is really concerned. Christ is mentioning about the unity among the believers. പിതാവേ നീ അവരെ ഐക്യത്തിൽ കാക്കണമേ. Lord, please guard them in unity. നമ്മുടെ ഐക്യം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? How is our unity is being collapsed? നമ്മുടെ ഐക്യതയെ കുറിച്ച് നാം അടുത്ത ആഴ്ച ദൈവം ചിന്തിക്കാം. Most probably, God willing, next week we will be discussing regarding the unity among the believers. എന്നാൽ ഈ ഭാഗത്ത് ദൈവജനത്തിന്റെ ഐക്യത നഷ്ടപ്പെടുന്ന ഒരു ഘടകമെന്ന് സൂചിപ്പിച്ചാട്ടെ. What is that really affecting the unity of the believer? One of the factors that affecting the unity of the believers here? അത് നമ്മുടെ ജഡമാണ്. The real factor is the real important thing that really affecting is the flesh of ദൈവജനത്തിന്റെ ഐക്യതയെ തകർക്കുന്ന ഒരു ഘടകം നമ്മുടെ ജഡമാണ് എന്ന് വേദപുസ്തകത്തിന്റെ പല ഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. If we carefully read the different part of the scripture, we will be able to understand the fact that one of the factors that really affecting the unity among the believers is flesh. ജഡം നമ്മിലുള്ള പഴയ പാപ സ്വഭാവം. Flesh actually means the sin nature that is or was in us. ലോകവും പിശാചും കൂടി
നമ്മുടെ ജഡസ്വഭാവത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മിൽ കൂടെയും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. The world as well as the devil is using the flesh nature, the fleshly nature, the sinful nature which is in us, and through us he is creating, and he is just disarming the unity among the believers. ഇതുകൊണ്ട് നമ്മുടെ രക്ഷ നഷ്ടപ്പെടുന്നില്ല. Just because of this reason, the salvation is not that having any issue, or it is not losing any way. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടും. But the joy of salvation is losing here. നമ്മുടെ ആത്മീക വളർച്ച നഷ്ടപ്പെടും. The spiritual growth is being affected. നമ്മുടെ ഫലഭൂയിഷ്ഠമായ ഫ്രൂട്ട്ഫുൾ ലൈഫ് ഇല്ലാതെയായി പോകും. The fruitful Christian life is being really affected just because of this. നമ്മുടെ ആത്മീക ശുശ്രൂഷ തടസ്സപ്പെട്ടു പോകും. The spiritual service that which we are involved in is really distracted. അതുകൊണ്ട് പിതാവേ അവരെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. So Christ Jesus is praying to the Father that, Lord, please God, നമ്മുടെ സുരക്ഷ, നമ്മുടെ അനുദിന ജീവിതത്തിലെ ആത്മീക ജീവിതത്തിന്റെ ആ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മുടെ കർത്താവിന്റെ വലിയ താല്പര്യവും ചിന്താവിഷയമാണ്. our security, our safety is a great concern of our Lord and Savior Jesus Christ. വളരെ വേഗം ചിന്തിക്കേണ്ടതാണ്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്തിരിക്കുന്ന ക്രമീകരണം എന്തെല്ലാമാണ്? So what all things Christ Jesus had done in order to secure our Christian life? ഈ ഭാഗത്തേത് പ്രാർത്ഥനയാണ്. If you just have a look through all these verses, it is really understood that the prayer is one of the factors. എന്നാൽ മറ്റു ചില കാര്യം കൂടെ ഉണ്ട്. There are certain other factors which all lead to the security of the believers. അത് ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോകാം. Would like to mention all those things quickly. നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്, എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. Most of the verses are really familiar, so you don't need to take those verses. യോഹന്നാൻ 14 വായിക്കുമ്പോൾ നമ്മിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് നമ്മെ സൂക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. If you go through John chapter 14, there we can see God's Holy Spirit is in us, and we are saved just because of that. ഈ യോഹന്നാൻ 17:8 തന്നെ വായിക്കുന്നു, നമ്മുടെ കരങ്ങളിൽ തന്ന ദൈവത്തിന്റെ വചനവും നമ്മെ സൂക്ഷിക്കുവാൻ, നമ്മെ സംരക്ഷിക്കുവാൻ മതിയായതാണ്. If you read that same chapter, verse number 8, there we can see that God's word is in our hand, and that itself is a kind of security of the believers. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്. And gospel in epistle of John, he says like this. 1 John 2:14 പറയുമ്പോൾ, യുവാക്കന്മാരെ നിങ്ങൾ ശക്തരാകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ എഴുതുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. I have written to you, young men, because you are strong and the word of God abides in you. You have overcome the evil one. അപ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് കർത്താവ് നൽകിയത് നമ്മുടെ രക്ഷയ്ക്കുള്ള, സുരക്ഷയ്ക്കുള്ള മറ്റൊരു ഉപാധിയാണ്. So the word of God which you and I have received from Christ the Lord is a kind of protection, is a kind of security mode. മറ്റൊന്നാണ് എബ്രായർ 1:14 വാക്യം. Another one is in Hebrews chapter 1 verse 14. അവിടെ വായിക്കുന്നു, രക്ഷിക്കപ്പെടുന്ന ഓരോ വിശ്വാസിയെയും സംരക്ഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. There we read, like, are they not all ministering spirits sent out to render the service for the sake of those who will inherit salvation? നോക്കുക, എത്ര വലിയ നിലയിലാണ് ദൈവം നമ്മെ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത്. See how great the things he has prepared in order for the security of the believers. 1000 സ്വർഗ്ഗദൂതന്മാർ നമ്മെ കാത്തുകൊണ്ടിരിക്കുന്നു. Thousands and thousands of angels have been there to protect each and every one of us. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തും പല സ്ഥലങ്ങളിലും ഒക്കെയുള്ള VIP-കളെ സൂക്ഷിക്കുവാൻ എത്ര പ്രൊട്ടക്ഷൻ, എത്ര
സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണുള്ളത്. We all know that the VIPs in our countries, different countries, how they are protected by different kind of security people. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് അതുപോലെയുള്ള സേഫ്റ്റി മെഷർ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. And the word of God teaches that even more than that, even more the worldly people, worldly VIPs have, we the believers are secured by our Lord and his protection. നമുക്കറിയാം ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ സാത്താൻ ചെന്ന് പറയുന്നുണ്ട്, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. Even when we read the book of Job, there Satan is just pointing a thing like, you have kept a fence around him in order to protect him. അത് ഏത് ഫെൻസിംഗ് ആയിരിക്കാം? ദൈവത്തിന്റെ ഏഞ്ചൽസ് ആണെന്ന് സംശയമില്ല. What kind of fencing is that? It is not out. It is all about the fencing by the guard by the angels of the God. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, തന്റെ ഭക്തന്മാരുടെ ചുറ്റും ദൂതന്മാർ പാളയം ഇറങ്ങി അവരെ സംരക്ഷിക്കുന്നു എന്ന് വായിക്കുന്നു. There in the book of Psalms we read, around all the believers, the people, the angels have kept their tents. നിങ്ങൾക്കറിയാം എലീശയുടെ ദാസൻ ഒരു ദിവസം രാവിലെ പറഞ്ഞു, യജമാനനെ നമ്മള് വളരെ അപകടത്തിലാണല്ലോ, ഇതാ സിറിയൻ ആർമി നമ്മെ പിടിക്കാൻ വന്നിരിക്കുന്നു. One of the servants or service masters of the Elijah was telling Elisha telling to him, like, we are just surrounded by the Syrian army. We are under threat. എലീശ പ്രാർത്ഥിച്ച്, കർത്താവേ ഇവന്റെ കണ്ണും തുറക്കണമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ പ്രൊട്ടക്ഷൻ കാണുവാൻ ഇവന്റെ കണ്ണു തുറക്കണേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. And Elijah was praying to God, Lord, open his eyes so that he could see the protection that you have kept before us. അപ്പോൾ കണ്ട എന്താണ്? എലീശയ്ക്ക് ചുറ്റും അനേക കുതിരകള്, രഥങ്ങള്, മലകളിലൊക്കെയും ദൈവത്തിന്റെ ആ ആർമി നിറഞ്ഞിരിക്കുന്ന കാഴ്ച കാണുകയും. There he could see the host of Lord's army around Elijah, so that he was protected from all his enemies. അപ്പോൾ ഞാൻ 3 കാര്യം പറയുകയുണ്ടായി ഇവിടെ. 3 things I have mentioned over here. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ദൈവം വെച്ച വഴികൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, മാത്രമല്ല ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ദൂതന്മാർ നമ്മെ കാക്കുന്നു. The first thing was like the Spirit of God, God's Holy Spirit is there to protect us. Word of God is there to protect us, and finally his army, the entire angels is guarding us and protecting us. ന്യൂ ടെസ്റ്റ്മെന്റ് പഠിപ്പിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം തന്നെ നമ്മുടെ സുരക്ഷയ്ക്കായിട്ട് ഉണ്ട്. And the New Testament itself, it's stating like, the presence of God is a great protection for his own belief. നമ്മുടെ കർത്താവ് പറഞ്ഞ എന്താണ്? ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്, ലോകത്തിന്റെ അന്ത്യം വരെയും ഉണ്ടെന്നല്ലേ മത്തായി 28 അവസാനം പറഞ്ഞത്. You all know that Matthew chapter 28, the last part, what he is saying, Jesus Christ is saying to his disciples that till the end of the world I am there with you. അത് വെറുതെ ഫാഷനായിട്ട് പറഞ്ഞ വാക്കല്ല. It was not just a fashionable statement. അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ പറഞ്ഞ വാക്കല്ല. It was not just a word of comfort. അത് നാം തുറന്നുള്ള ഭാഗങ്ങൾ, പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, കർത്താവ് പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയായ നിലയിൽ പറഞ്ഞതാണ്. If you just go through the epistles and other parts of the New Testament books, it is a real word that really protecting his own believers and disciples. നാം പ്രവൃത്തികൾ 18 അധ്യായം വായിക്കുമ്പോൾ പൗലോസും മറ്റും കൊരിന്തിൽ വന്ന സന്ദർഭം വായിക്കുന്നുണ്ട്. If you read chapter 18 of Acts of the Apostle, the situation that Apostle Paul and his friends were in the city called Corinth. കൊരിന്തിൽ വന്നപ്പോൾ പൗലോസ് ഭയപ്പെട്ടു പോയി. Corinth, when he reached, Apostle Paul he was afraid of. കാരണം അത് വലിയ പട്ടണമായിരുന്നു, വളരെ ദുഷ്ടത നിറഞ്ഞ പട്ടണമായിരുന്നു. One of the reasons why he was afraid of was it was a big city and many evil things were happening in that city. നാം 9-ാം വാക്യം വായിക്കുന്നു, ആ രാത്രിയിൽ കർത്താവ് പൗലോസിന് ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. And we read in chapter 18 verse 9, in that same night Lord appeared to Apostle Paul in his dreams. പൗലോസേ നീ ഭയപ്പെടരുത് എന്ന് പറയുകയുണ്ടായി. There we read, Paul, you don't be worried.
അനേക ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഞാനിപ്പോൾ അവിടേക്ക് പോകുന്നില്ല. And many examples we could see in the scripture. I'm not going into all the details. തന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ താൻ പറയുന്നു, എന്നെ എല്ലാവരും കൈവിട്ടു, കർത്താവോ എനിക്ക് തുണനിന്നു എന്ന് താൻ പറയുന്നു. Even in the last days, Apostle Paul is saying that all have just rejected me except my Lord. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ സുരക്ഷ, നമ്മുടെ സേഫ്റ്റി കർത്താവിന്റെ ഭാരമാണ്, ചിന്തയാണ്. What I mean to say is our safety and our security is a great burden or great concern of our Lord. അതിനുള്ള ക്രമീകരണം കർത്താവ് ചെയ്തിരിക്കുകയാണ്. And all the preparations he had already done in his past or in the scripture. നാം അതിൽ സന്തോഷിക്കേണ്ടതാണ്, നാം അതിൽ ധൈര്യം പ്രാപിക്കേണ്ടതാണ്. We have to rejoice in that and we have to be strong in that. ഈ 4 കാര്യം കൂടാതെയാണ് കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. And apart from all these 4 things, he himself is praying. മറക്കരുത്, നമ്മുടെ കർത്താവ് അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്. Don't misunderstand here. He is not praying only for the disciples or the apostles. 20-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. If you read verse 20, I do not ask on behalf of these alone, but for those all who believe in me through their word. അപ്പോൾ ഈ വാക്യങ്ങൾ നമ്മെക്കുറിച്ചും ബാധകമാണ്. So all these word particularly mentioning over in this particular chapter is applicable for us also. നോക്കൂ, എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം ശ്രദ്ധിക്കുക. Hebrews chapter 7 verse 25, just please have a look at it. അവിടെ വായിക്കുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോ അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. Therefore he is able also to save forever those who draw near to God through him, since he always lives to intercession for them. നമ്മുടെ കർത്താവിന്റെ വർത്തമാനകാല ശുശ്രൂഷയെ കുറിച്ച് നാം നല്ല ബോധ്യം പ്രാപിക്കണം. We should always aware of the contemporary ministry that Jesus Christ is doing. നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു. He is interceding for us in front of God. അത് 4-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിലുണ്ട്, 9-ാം അധ്യായം 24-ാം വാക്യത്തിലുണ്ട്. ആ വാക്യങ്ങൾ ഇപ്പോൾ എടുക്കുന്നില്ല. That is mentioned in chapter 4 verse 14, 9 verse 24 as well. യോഹന്നാന്റെ ലേഖനത്തിലും താൻ ഈ കാര്യം പറയുന്നുണ്ട്. Even in his epistle, John is mentioning about all these things. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യരുത്. പാപം ചെയ്താലോ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഒരു കാര്യസ്ഥനുണ്ട്, വക്കീലുണ്ട്. There is an advocate for us in the presence of God when we commit some sin, so we should intercede. He is interceding for us. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Our Lord is praying for us even in our all difficult times, in all our inabilities. ഈ വാക്യങ്ങളിൽ 3 പ്രധാന കാര്യം കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. 3 important things that we should be able to understand about Jesus Christ's prayer. Okay? ഒന്ന്, സിംപതറ്റിക്കലി പ്രാർത്ഥിക്കുന്നു, സഹതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. His prayer is a sympathetical prayer. അത് 4-ന്റെ 15-ാം വാക്യത്തിലാണ് വായിക്കുന്നത്. If you read John chapter 4 and verse 15. No, Hebrews 4:15. I'm sorry, Hebrews chapter 4 and verse 15. If you read, we will be able to understand that. വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. You just listen very carefully. Hebrews chapter 4 and verse 15. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. വളരെ വേഗം പോകാം. I'm going to conclude my session, so be very careful, listen very careful. അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിന്റെ 3 രീതി, 3 തരീക്ക പറയുകയാണ്. The 3 different ways in which Christ Jesus is interceding for us. That's what I'm going to mention. അവൻ സഹതാപം കാണിക്കുന്നവനാണ്. His prayer is always a sympathetical prayer. നമുക്കെതിരെ പ്രാർത്ഥിക്കുകയല്ല. He is not praying against us. നമ്മുടെ പരിമിതിയെ മനസ്സിലാക്കിക്കൊണ്ട്
He knows all our shortcomings. നമ്മുടെ ലിമിറ്റേഷൻസിനെയും നമ്മുടെ കഴിവുകേടിനെയും നാം പൊടിയൻ ഓർത്തുകൊണ്ട് നമ്മോട് സഹതാപം കാണിച്ചവൻ പ്രാർത്ഥിക്കുകയാണ്. He knows our inabilities, he knows our limitations, and he knows that we are all dust, and he is really he is having sympathy for us. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ സാധിക്കും. When we come to the end days of Christ Jesus, we could easily understand certain important things in his life. അപ്പോസ്തലന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഉറങ്ങുകയുണ്ടായി. When he asked his disciples, his apostles to pray, they were sleeping. പത്രോസ് കർത്താവിനെ ഡിനൈ ചെയ്തു എന്ന് വായിക്കുന്നു. And we also read in the Gospels that Apostle Peter, he denied Jesus Christ. അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയതായിട്ട് വായിക്കുന്നു. When he was arrested and took away for the trials and all the disciples separated and they went away from him. പക്ഷേ ശ്രദ്ധാപൂർവം വായിച്ചു നോക്കുക, അവിടെ എങ്ങും കർത്താവ് അവരെ കുറ്റം പറയുന്നതായിട്ടോ അവരോട് നിങ്ങൾ അങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുന്നതായിട്ട് എങ്ങും കാണുന്നില്ല. But if you just read carefully those portions, nowhere we could see that Jesus Christ is blaming them or Jesus Christ is criticizing them. അവൻ സഹതാപം കാണിക്കുന്ന കർത്താവ്. He is just showing his sympathy towards his disciples. മനുഷ്യർ സഹതാപം കാണിക്കുകയില്ല. Men never will show the sympathy towards us. നാം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നമ്മെ പോലെ അവനായി നാം അനുഭവിക്കുന്ന സകല വേദനയും പരിമിതിയും അവൻ ഈ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായിട്ട് അവൻ തീർന്നു എന്ന് വായിക്കുന്നു. If you read verse chapter 4 and verse 15, for we do not have a high priest who cannot sympathize without our weaknesses, but one who has been tempted in all things as we are, yet without sin. അതുകൊണ്ട് വളരെ നമ്മെ മനസ്സിലാക്കി നമ്മോട് സഹതാപം കാണിച്ച് അവൻ പ്രാർത്ഥിക്കുന്നു. He is always showing sympathy towards us. He is understanding us and he is praying for us. കൂടാതെ 7:25 വായിച്ചപ്പോൾ അവൻ സദാ ജീവിക്കുന്നു, അവന്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അന്തമില്ല, തുടർമാനമായിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. When we read that 25 of chapter 7, he always lives to make intercession for them. മാത്രമല്ല പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തന. And he is able to save forever. അപ്പോൾ 3 കാര്യം, അവൻ സിമ്പതറ്റിക്കലി പ്രാർത്ഥിക്കുന്നു, കണ്ടിന്യൂസ്ലി പ്രാർത്ഥിക്കുന്നു, ഇഫക്റ്റീവ്ലി പ്രാർത്ഥിക്കുന്നു. He is praying sympathetically, he is praying continuously for us, and he is also praying effectively for his believers. നമ്മുടെ കർത്താവ് നമ്മുടെ സുരക്ഷയെ കുറിച്ച് വളരെ കൺസേൺഡ് ആണ്. അതിന് വേണ്ടതൊക്കെയും അവൻ ചെയ്തിരിക്കുന്നു. Jesus Christ is really concerned about the security and safety of his children, and he is taking all the precautions regarding that. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? What should be our response? Now, what should be our responsibility? What should be our response if Christ is really concerned about our security? എബ്രായർ 4:14 വാക്യത്തിൽ ആ കാര്യം പറയുന്നു. 14-ലും 16-ലും വായിക്കുന്നു. Hebrews chapter 14. സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. Hold fast. If you go through Hebrews chapter 4:14, 4:14, right? Yeah. There we read, therefore, since we have a great high priest who has passed through the heavens, Jesus the Son of God, let us hold fast our confession. Hold fast our confession. നമ്മുടെ വിശ്വാസം, നമ്മുടെ സ്വീകാരം, നമ്മുടെ ഏറ്റുപറച്ചിൽ നാം പിടിച്ചുകൊള്ളുക. ക്ഷീണിക്കരുത്, മറക്കരുത്, ടയർഡ് ആകരുത്. Never give up. We should not be tired. We should not give up, and we should always hold fast our confession. That is our responsibility. നമ്മുടെ ചുറ്റുപാടും അനിശ്ചിതാവസ്ഥയായിരിക്കാം. The surroundings may not be that favorable to each and every one of us. കൊറോണയുടെ ഭയങ്കര ഭീതി ബാധിച്ചിരിക്കാം. The pandemic of this particular situation, like the virus corona, is affecting everywhere. നാം നമ്മുടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കണം. We should hold fast our faith. നാം ധൈര്യപ്പെടണം. We should be strong. നാം പ്രത്യാശകളായിട്ട് മാറണം. We should have that great hope.
നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിലല്ല, മനുഷ്യകരങ്ങളിലല്ല, കർത്താവിന്റെ കരങ്ങളിലാണ്. It is our protection, our security is not in our hands, not in the hands of the world or in the hands of the men, but it is in the hands of our Lord. 16-ാം വാക്യം വായിക്കുമ്പോൾ, If you read verse 16, കൃപ പ്രാപിപ്പാനായി കൃപാസനത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുക. so that we may receive mercy and find grace to help, that we should draw near with confidence to the throne of grace. അവന്റെ അടുക്കലേക്ക് ചെല്ലുക. We should be draw near to him. നമ്മുടെ ഭാരങ്ങളും ആവലാതിയും ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. അവിടെ നമുക്ക് കൃപ ലഭിക്കും, കരുണ ലഭിക്കും, ബലം കിട്ടും, ഉത്തരം കിട്ടും. We should always lay all our burdens, we should always lay all our petitions in front of the throne of grace, so that we will get peace and joy. ദൈവം നമ്മെ സഹായിക്കട്ടെ. May his help be upon each and every one of us. വളരെ വളരെ ഭയാനകമായ, വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. We are all in a great pandemic. We are all in a great hopeless situation right now. നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് വളരെ ചിന്തയുണ്ടെന്നുള്ളത് നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കണം. Let this really comfort us, like when we understood that our Lord is really concerned about us. ഈ സത്യത്തിൽ നമുക്ക് സന്തോഷിക്കുകയും ധൈര്യപ്പെടുകയും ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. In this truth, let the Spirit of God help us to be strong and find our joy and happiness. നമ്മുടെ സുരക്ഷയ്ക്കായി കർത്താവ് ക്രമീകരിച്ച എല്ലാ ഫെസിലിറ്റീസിനെയും നമുക്ക് അനുഭവിക്കാം, എൻജോയ് ചെയ്യാം. We should always rejoice in all the things, all the preparation that Christ had already taken in order to secure each believers. വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ അടുക്കിലേക്ക് ചെന്ന് കൃപയും ബലവും പ്രാപിക്കുവാൻ ദൈവവചനങ്ങളാൽ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. By holding fast our faith, we should draw near to the throne of grace, and we should acquire our faith and joy and happiness, and let his name be glorified. Brother Nelson, thank you so much. Brother Shibu, thank you very much. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. നമ്മുടെ പഠനം വരുന്ന ദിവസങ്ങളിൽ തുടരുന്നതായിരിക്കും. അനുഗ്രഹീതമായ ഒരു പഠനമാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കിപ്പോൾ പ്രാർത്ഥനയ്ക്കും സ്തോത്രത്തിനുമായിട്ടുള്ള വിഷയങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിലെ യോഗം നമുക്ക് അവസാനിപ്പിക്കാം.